ഹായ് ഓൾ, വെൽക്കം ടു സഫിയർ ഫ്യൂച്ചർ അക്കാദമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ? യെസ്, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ സോൾവ് ചെയ്തിരുന്നത്. അതിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് the line through the points 4, 7, 8, 2, 3, 4 is parallel to the line through the points -1, -2, 1, 1, 2, 5. അല്ലേ? 4, 7, 8 എന്ന് പറഞ്ഞൊരു പോയിന്റ് എന്നിട്ടുണ്ട്, 2, 3, 4 എന്ന് പറയുന്ന പോയിന്റ് എന്നിട്ടുണ്ട്. ആ പോയിന്റ്സിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്ന ആ ലൈൻ എന്താണ്? പാരലൽ ആണെന്ന് കാണിക്കണം. ഏത് ലൈനാണ്? -1, -2, 1, 1, 2, 5 എന്നീ രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന് പാരലൽ ആണെന്ന് കാണിക്കണം. യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, രണ്ട് ലൈൻസുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ രണ്ട് ലൈൻസുകളുടെ ഡയറക്ഷൻ റേഷ്യോസുകൾ A1, B1, C1ഉം അതേപോലെ തന്നെ A2, B2, C2ഉമാണെന്ന് വിചാരിക്കുക. ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, ഡയറക്ഷൻ റേഷ്യോസ് ഞാൻ എങ്ങനെ എടുക്കുന്നത്? A1, B1, C1, A2, B2, C2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ലൈൻസുകൾ പാരലൽ ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്, ഓക്കെ, അപ്പൊ L1 എന്ന് പറയുന്ന ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് കേട്ടോ A1, B1, C1 എന്ന് പറയുന്നത്. L2 എന്ന് പറയുന്ന ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് A2, B2, C2 എന്ന് പറയുന്നത്. ആ രണ്ട് ലൈൻസുകൾ പാരലൽ ആണെന്ന് പറയണമെങ്കിൽ എന്താകണം? A1/A2 എന്ന് പറയുന്ന റേഷ്യോയും B1/B2 എന്ന് പറയുന്ന റേഷ്യോയും C1/C2 എന്ന് പറയുന്ന റേഷ്യോയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ക്ലിയർ ആയോ പറഞ്ഞത്? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ആദ്യത്തെ ലൈനിന്റെ പോയിന്റ്സുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ആ പോയിന്റ്സുകൾ നമ്മൾ x1, y1, z1. അടുത്ത പോയിന്റ് എന്തെടുക്കുന്നത്? x2, y2, z2 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്തായിരിക്കും? പറഞ്ഞേ. L1 എന്ന് പറയുന്ന ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്തായിരിക്കും? യെസ്, x2 - x1 അല്ലെ? then y2 - y1, then z2 - z1. ഇതായിരിക്കില്ലേ? x1, y1, z1, x2, y2, z2 ആണ് ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ. ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ്സ് എങ്കിൽ അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്തായിരിക്കും? x2 - x1, y2 - y1, z2 - z1. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ വരുന്നുണ്ടായിരിക്കുക? 2 - 4, ഓക്കെ, 3 - 7, 4 - 8. യെസ്, 2 - 4 എന്ന് പറഞ്ഞാൽ -2 ആണ്, 3 - 4 എന്ന് പറഞ്ഞാൽ -4 ആണ്, 4 - 8 again -4 ആണ്. അപ്പൊ ആദ്യത്തെ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസുകൾ നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടെത്താലോ? യെസ്. അപ്പൊ L2 എന്ന് പറയുന്ന ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ x1, y1, z1 എന്ന് വിളിക്കുക, x2, y2, z2 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് എന്താ വരിക? x2 - x1 എന്ന് പറയുമ്പോൾ 1 - -1 വിൽ ബി 1 + 1 2 ആയിരിക്കും. 2 - -2 2 + 2 എന്തായിരിക്കും? 4 ആയിരിക്കും. 5 - 1 എന്തായിരിക്കും? 4 ആയിരിക്കും. സോ ഇതാണ് രണ്ടാമത്തെ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡയറക്ഷൻ റേഷ്യോസുകൾ കിട്ടിക്കഴിഞ്ഞാൽ പാരലൽ ആകാനുള്ള കണ്ടീഷൻ പറഞ്ഞിരുന്നല്ലോ. A1/A2 is equals to B1/B2 equal to C1/C2. So I am going to take it as A1, B1, C1. ഇതെന്തായിരിക്കും? A2, B2, C2. ഓക്കെ, A1/A2 ഈ കണ്ടീഷനിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. വെദർ ആ റേഷ്യോസുകൾ ഈക്വൽ ആണെങ്കിൽ പാരലൽ ആണല്ലോ. അപ്പൊ റേഷ്യോസ് ഈക്വൽ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. A1 എന്ന് പറയുമ്പോൾ എന്താ? -2/A2 എന്ന് പറയുമ്പോൾ എന്താണ്? 2 is equals to B1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -4 ആണ്. B2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ഈക്വൽ ടു C1 എത്രയാണ്? -4 അല്ലെ? C2 എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 4 ആണ്. ഓക്കെ, സോ -2/2 എന്താ കിട്ടുക? -1 ഈക്വൽ ടു -1 ഈക്വൽ ടു -1. ഈ റേഷ്യോസ് എല്ലാം ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് ഓഫ് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന രണ്ട് ലൈൻസുകളും എന്തായിരിക്കും?
പാരലൽ ആയിരിക്കും. എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഇപ്പൊ ഡയറക്ഷൻ റേഷ്യോസുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. therefore എന്തായിരിക്കും? ലൈൻസ് ആർ പാരലൽ. ക്ലിയർ ആയല്ലോ? യെസ്. ഇത്രയേ ഉള്ളൂ. L1 എന്ന് പറയുന്ന ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് A1 B1 C2 C1. L2 എന്ന് പറയുന്ന ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് A2 B2 C2 ആണെങ്കിൽ അവരുടെ റേഷ്യോസുകളുടെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഈക്വൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ രണ്ട് ലൈൻസുകൾ പാരലൽ ആണെന്ന് പറയാം. ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കാനുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നതാണ് അല്ലെ? x1 y1 z1 x2 y2 z2 ആണ് ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്തായിരിക്കും? യെസ്, x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1. ക്ലിയർ ആയല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് the equation of the line. ലൈൻ ഇക്വേഷൻ തന്നെ കണ്ടെത്തണം. which passes through the point. ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ഏതാണ്? 1 2 3 and is parallel to the vector 3i plus 2j minus 2k. ഇക്വേഷൻ ഓഫ് ലൈൻ ഇൻ സ്പേസ് എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ പഠിച്ചതായിരുന്നു അല്ലെ? ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു ഗിവൺ പോയിന്റ് നമുക്ക് തരുന്നുണ്ടായിരിക്കും. അതേപോലെ അതിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു വെക്റ്റർ നമുക്ക് തരുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെക്റ്റർ ഫോം എന്തായിരുന്നു? വെക്റ്റർ ഫോം ഓഫ് ദി ഇക്വേഷൻ എന്താ? ആ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വെക്റ്റർ ആർ ഇസ് ഈക്വൽസ് ടു വെക്റ്റർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി. എന്തായിരുന്നു ഇക്വേഷൻ? വെക്റ്റർ ആർ ഇസ് ഈക്വൽസ് ടു വെക്റ്റർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി. വെക്റ്റർ എ എന്ന് പറയുന്നത് എന്തായിരുന്നു? പൊസിഷൻ വെക്റ്റർ. ഏത്? പാസ് ചെയ്യുന്ന പോയിന്റിന്റെ അല്ലെ? പാസിംഗ് ചെയ്യുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ ആയിരുന്നു വെക്റ്റർ എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? പാരലൽ വെക്റ്റർ അല്ലെ? പാരലൽ ആയിട്ട് മൂവ് ചെയ്യുന്ന വെക്റ്റർ ആണ് എന്ത്? വെക്റ്റർ ബി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ വെക്റ്റർ ഫോം ആണെന്ത്? വെക്റ്റർ ആർ ഇസ് ഈക്വൽസ് ടു വെക്റ്റർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പാസ് ചെയ്യുന്ന പോയിന്റ് 1 2 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എ വെക്റ്റർ എന്തായിരിക്കും? പാസ് ചെയ്യുന്ന പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതിലോട്ടുള്ള പൊസിഷൻ വെക്റ്റർ എന്തായിരിക്കും? 1i plus 2j plus 3k cap. 1i cap plus 2j cap plus 3k cap. And vector b is given. Already നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ? വെക്റ്റർ ബി എന്താണ്? പാരലൽ ടു ദ വെക്റ്റർ. ഈ വെക്റ്റർ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? വെക്റ്റർ ബി ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ വെക്റ്റർ ബി എന്തായിരിക്കും? 3i cap plus 2j cap minus 2k cap. ഇതാണ് വെക്റ്റർ എയും വെക്റ്റർ ബി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോം എന്തായിരിക്കും? ഇക്വേഷൻ എന്തായിരിക്കും? യെസ്, വെക്റ്റർ ആർ ഇസ് ഈക്വൽസ് ടു വെക്റ്റർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി വിച്ച് ഇസ് ഈക്വൽസ് ടു വെക്റ്റർ എയുടെ പ്ലേസ് നമ്മൾ എന്ത് എഴുതുക? ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ്. യെസ്, പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി എന്താണ്? 3i cap plus 2j cap minus 2k cap. നമ്മുടെ ഇക്വേഷൻ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ വെക്റ്റർ ഇക്വേഷൻ എന്താണ് വരുന്നുണ്ടായിരിക്കുക? വെക്റ്റർ ആർ ഇസ് ഈക്വൽസ് ടു ഐ ക്യാപ് പ്ലസ് 2j cap പ്ലസ് 3k cap പ്ലസ് ലാംഡ ഇൻറ്റു 3i cap പ്ലസ് 2j cap മൈനസ് 2k cap. ഓക്കെ, അത്രയേ ഉള്ളൂ. പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് തരികയാണെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്റ്റർ എഴുതുക. അതേപോലെ തന്നെ പാരലൽ വെക്റ്റർ ഉണ്ടായിരിക്കും. അതിനെ വെക്റ്റർ ബി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ജനറൽ ഫോം, അതായത് വെക്റ്റർ ഫോം എന്താണ് വരുന്നുണ്ടായിരിക്കും? ഇക്വേഷൻ അല്ലെ? എന്താ വരിക? വെക്റ്റർ ആർ ഇസ് ഈക്വൽസ് ടു വെക്റ്റർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക, ജസ്റ്റ് ആ ഇക്വേഷൻ എഴുതുക. ക്ലിയർ ആയല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി. പി എന്ന് പറയുന്ന ആളുടെ വാല്യൂ കണ്ടുപിടുത്തണം അല്ലെ? സോ ദാറ്റ് ദ ലൈൻസ് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ്. രണ്ട് ലൈൻസുകളുടെ നമുക്ക് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് ലൈൻസുകളും എന്താന്ന് പറഞ്ഞു? റൈറ്റ് ആംഗിൾസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ,
നമുക്ക് പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ലൈൻസുകളുടെ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത് 1 - x/3 = 7y - 14/2p = z - 3/2. Then അടുത്ത ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? 7 - 7x/3p = y - 5/1 = 6 - z/5. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലാണ്? കാർട്ടീഷ്യൻ ഫോമിലാണ് അല്ലെ. ലൈൻസുകൾ, രണ്ട് പെയർ ഓഫ് ലൈൻസിന്റെ ഇക്വേഷൻസ് നമുക്ക് തന്നേക്കാണ്. രണ്ട് ലൈൻസുകളുടെ ഇക്വേഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് ഏത് ഫോമിലാ? കാർട്ടീഷ്യൻ ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലോ. തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കേസ് തന്നെയായിരുന്നു. ദ ലൈൻ പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ആൻഡ് പാരലൽ ടു എ ഗിവൺ വെക്ടർ ബി. എന്തായിരുന്നു ഫോർമുല? വെക്ടർ ഫോം വെക്ടർ ആർ ഇസ് ഈക്വൽസ് ടു വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി അല്ലെ. അതിന്റെ കാർട്ടീഷ്യൻ ഫോം എന്തായിരുന്നു? യെസ്, എക്സ് മൈനസ് x1/a1 equals to y minus y1/b1 equal to z minus z1/c1 അല്ലെ. അതിന്റെ വെക്ടർ ഫോം എന്തായിരുന്നു? വെക്ടർ ആർ ഇസ് ഈക്വൽസ് ടു വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി. വെക്ടർ ആർ ഇസ് ഈക്വൽസ് ടു വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി. ഇതായിരുന്നു ജനറൽ ആയിട്ട് വരുന്ന വെക്ടർ ഫോം അല്ലെ. രണ്ട് കേസുകൾ എടുക്കുമ്പോൾ എന്താ വരാം? വെക്ടർ r1 ഇസ് ഈക്വൽസ് ടു വെക്ടർ a1 പ്ലസ് ലാംഡ വെക്ടർ b1. വെക്ടർ r2 ഇസ് ഈക്വൽസ് ടു വെക്ടർ a2 പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ b2. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർട്ടീഷ്യൻ ഇക്വേഷൻസുകൾ എന്താ വരിക? x മൈനസ് x1/a1 ഇസ് ഈക്വൽ ടു y മൈനസ് y1/b1 ഈക്വൽ ടു z മൈനസ് z1/c1. അങ്ങനെയാണെങ്കിൽ അടുത്ത സെറ്റ് എന്താ നമുക്ക് എഴുതാം? x മൈനസ് x2/a2 is equals to y minus y2/b2 equal to z minus z2/c2. Okay, yes. ഇത്തരം പെയർ ഓഫ് ലൈൻസുകൾ എന്തിനാണെന്ന് പറഞ്ഞു? ഈ പെയർ ഓഫ് ലൈൻസ് റൈറ്റ് ആംഗിളിലാണെന്ന് പറഞ്ഞു. ആ പെയർ ഓഫ് ലൈൻസ് റൈറ്റ് ആംഗിളിലാകാനുള്ള കണ്ടീഷൻ എന്താണ്? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? a1a2 പ്ലസ് b1b2 പ്ലസ് c1c2 എന്തായാൽ മതി? 0 ആയാൽ മതി. ഇതാണ് നെസസറി കണ്ടീഷൻ അല്ലെ. ആ രണ്ട് ലൈൻസുകൾ പെർപെൻഡിക്കുലർ ആണ്, അല്ലെ റൈറ്റ് ആംഗിൾസ് ആണെന്ന് പറയണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? a1a2 പ്ലസ് b1b2 പ്ലസ് c1c2 0 ആണ്. ഈ a1a2 b1b2 എന്താണ്? ആദ്യത്തെ ലൈൻസിന്റെ ഡയറക്ഷൻ ഇതല്ലേ വരുന്നുണ്ടായിരിക്കുക റേഷ്യോസ് അല്ലെ. a1 b1 c1 a2 b2 c2 എന്ന് പറഞ്ഞത് രണ്ടാമത്തെ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസും ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ തന്നിരിക്കുന്ന ഇക്വേഷൻസിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതുക. അതായത് x മൈനസ് x1/a1 y മൈനസ് y1/b1 z മൈനസ് z1/c1 ഫോമിൽ എഴുതണം. ഇവിടെ 1 മൈനസ് x ആണ് അല്ലെ. അപ്പൊ അതിന് x മൈനസ് 1 എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു -3 എന്ന് എഴുതാം നമ്മൾ അതിന് അല്ലെ. 3 will becomes minus. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് 7 കോമൺ ആയിട്ട് എടുക്കാമല്ലോ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? y മൈനസ് 2 എന്ന് കിട്ടും. ആ കോമൺ ആയിട്ട് എടുത്ത 7 ഞാൻ എഴുതുന്നു 2p/7. 2p ഡിനോമിനേറ്ററിൽ ഞാൻ എഴുതി. യെസ്, അടുത്ത ടേമിന് ഞാൻ മാറ്റമൊന്നുമില്ല. z മൈനസ് 3/2. അപ്പൊ ഇത് നോക്കി നോക്കൂ നിങ്ങൾ. x മൈനസ് x1/a1 ഈക്വൽ ടു y മൈനസ് y1/b1 z മൈനസ് z1/c1 ഫോം അല്ലേ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ a1 എത്രയാണ്? -3. യെസ്, b1 എത്രയാണ്? 2p/7. c1 എത്രയാണ്? 2. ക്ലിയർ ആയല്ലോ? യെസ്. അതിനുശേഷം അടുത്ത പെയർ ഓഫ് ലൈൻ എടുക്കുക. അതേതാണ് നമുക്ക് തന്നിരിക്കുന്നത്? 7 മൈനസ് 7x/3p അല്ലെ. ഓക്കെ, ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടു. അടുത്തത് 7 മൈനസ് 7x/3p യെസ് ഈക്വൽ ടു y minus 5/1 is equals to 6 minus z/5. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 7 കോമൺ ആയിട്ട് എടുക്കുകയാണ്. സോ 7 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എന്തായിട്ട് മാറും? 1 മൈനസ് എക്സ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ x മൈനസ് 1 ആക്കുമ്പോൾ സംഭവിക്കും ഒരു മൈനസ് സൈൻ ഔട്ട്സൈഡ് ചെയ്ത് വരും അല്ലെ. സോ നമുക്ക് എന്ത് വരുന്നതായിരിക്കും? ഇതിനെ x മൈനസ് 1 എഴുതുമ്പോൾ 3p/7 കൂടെ ഒരു മൈനസ് കയറി വരുന്നുണ്ടായിരിക്കും അല്ലെ. കാരണം ഇതിന് 7 കോമൺ എടുക്കുമ്പോൾ ആ 7 ആണ് 3p/7 വന്നേക്കണേ. അത് 1 മൈനസ് എക്സ് ആവും. x മൈനസ് 1 എടുക്കുമ്പോൾ ഒരു മൈനസ് വരും. സോ മൈനസ് 3p/7 ഇസ് ഈക്വൽ ടു, ഇതിൽ യാതൊരു ചേഞ്ചും ഇല്ല. ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ z മൈനസ് 6 എന്ന് എഴുതുമ്പോൾ ഇത് -5 ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ a2 എത്രയാണ്? -3p/7. b2 എത്രയാണ്? 1.
C2 എത്രയാണ്? -5. അപ്പൊ നമുക്ക് നമ്മൾ ഓൾറെഡി കണ്ടീഷൻസ് നമ്മൾ പഠിച്ച ആൾക്കാരാണ് അല്ലെ. എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത്? റൈറ്റ് ആംഗിൾസ് ആവാനുള്ള കണ്ടീഷൻ എന്താ? A1A2 + B1B2 + C1C2 എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. A1ന്റെ വാല്യൂ എന്താ? -3 ഇൻറ്റു A2 എത്രയാണ്? -3p/7. ഓക്കെ, പ്ലസ് B1 എത്രയാണ്? 2p/7 ഇൻറ്റു B2 എത്രയാ? 1 പ്ലസ് C1 എത്രയാണ്? 2 ഇൻറ്റു C2 എത്രയാണ്? -5 ഈക്വൽ ടു 0. സോ വി വിൽ ഗെറ്റ് 9p/7 പ്ലസ് 2p/7. 2 ഇൻറ്റു -5 എത്ര കിട്ടുക? -10. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാണ്. സോ ഈക്വൽസ് ടു 10 ആയിട്ട് മാറും. ഡിനോമിനേറ്റർ സെയിം ആണ്. 9p പ്ലസ് 2p 11p എന്ന് കിട്ടും. /7 ഈക്വൽസ് ടു 10 ആണ്. സോ 11p equals to 7 into 10 will be 70 and p is equals to 70/11. p യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 70 divided by 11 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് റൈറ്റ് ആംഗിൾസ് ആകാനുള്ള കണ്ടീഷൻസിൽ A1A2 + B1B2 + C1C2 = 0 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. അൺനോൺ ആയിട്ടുള്ള പിയുടെ വാല്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. x-x1/a1 അല്ലെ. അപ്പൊ ആ ഫോർമാറ്റിലേക്ക് എഴുതുമ്പോൾ നെഗറ്റീവ് സൈൻസുകൾ ടേംസ് ഒക്കെ ഡിനോമിനേറ്റർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് മൂവ് ചെയ്യാം. യെസ്, വി ഹാവ് ദ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ലൈൻസ് x-5/7 equal to y plus 2/-5 equal to z/1 and x/1 equal to y/2 equal to z/3 are perpendicular to each other. Perpendicular to each other എന്ന് പറയുന്ന കണ്ടീഷൻ എന്തുതന്നെയാണ്? തൊട്ടും പഠിച്ച റൈറ്റ് ആംഗിൾസ് എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെയല്ലേ അല്ലെ. ഇവിടെ ഡയറക്ഷൻ റേഷ്യോസ്, രണ്ട് ലൈൻസുകളുടെ ഡയറക്ഷൻ റേഷ്യോസുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ആവുള്ള കണ്ടീഷൻ എന്താണ്? A1A2 plus B1B2 plus C1C2 ഈക്വൽ ടു 0 ആകണം അല്ലെ. ആദ്യത്തെ ലൈൻസ് നോക്കി നോക്കൂ. x-5/7 y plus 2/-5 z/1. അപ്പൊ A1 will be equals to 7 എന്ന് കിട്ടും അല്ലെ. B1 equal to -5 എന്ന് കിട്ടും. C1 equals to 1 എന്ന് കിട്ടും. x-x1/a1 equals to y-y1/b1 equal to z-z1/c1 അല്ലെ. അപ്പൊ അതിനെടുക്കുമ്പോൾ A1 B1 C1 നമുക്ക് കിട്ടി. അതേപോലെ തന്നെ A2 എന്താണ്? 1. B2 എന്താണ്? 2. C2 എന്താണ് കിട്ടുക? 3. 1 2 3 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കണ്ടീഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? A1A2 എന്ന് പറയുമ്പോൾ 7 പ്ലസ് B1B2 എന്ന് പറയുമ്പോൾ -10 അല്ലെ, പ്ലസ് C1C2 എന്ന് പറയുമ്പോൾ 3. 7 - 10 എന്താ കിട്ടുക? -3 പ്ലസ് 3 ഈക്വൽ ടു 0. അപ്പൊ A1A2 പ്ലസ് B1B2 പ്ലസ് C1C2 നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി അല്ലെ. 0 കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? ആ രണ്ട് ലൈൻസുകളും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ക്ലിയർ? ഹെൻസ് the given lines are perpendicular. Yes. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളും ക്വസ്റ്റ്യൻസുകളൊക്കെ റിവൈസ് ചെയ്തു. ഇത് നല്ലപോലെ ക്വസ്റ്റ്യൻസുകൾ ചെയ്തു പഠിക്കുക. ഫുൾ മാർക്ക് ഗ്യാരണ്ടീഡ് ആകുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.